മൂവാറ്റുപുഴ നഗരസഭ ടൗൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലായതോടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി ടൗൺ ഹാളും കെട്ടിട പരിസരവും. നിലവിൽ ജീർണാവസ്ഥയിലുള്ള ടൗൺ ഹാൾ കെട്ടിടം ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണെന്ന് നാട്ടുകാരുടെ പരാതി. എറണാകുളം ജില്ലയിലെ പ്രധാന നഗരമാണ് ഇന്ന് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഉപകരണങ്ങൾ, തുരുമ്പിച്ച ഫർണിച്ചറുകൾ, പഴയ വാഹന ഭാഗങ്ങൾ എന്നിവ ടൗൺ ഹാളിന് പിന്നിൽ കുമിഞ്ഞുകൂടിയ അവസ്ഥയിലാണ്. നവീകരണം വൈകുന്നതോടെ ടൗൺ ഹാളിന്റെ പിൻഭാഗം പൂർണ്ണമായും കാടുമൂടിയ നിലയിലാണ്. കെട്ടിടത്തിന്റെ പിൻഭാഗം അതീവ അപകടാവസ്ഥയിലാണെന്നും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഈ നഗരം നശിച്ചുകൂടാ. ഈ മാലിന്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലം സജ്ജീകരിക്കേണ്ടത് നഗരസഭയുടെ ഭരണാധികാരികളാണെന്നിരിക്കെ ടൗൺ ഹാളിൻ്റെ പരിസരം വളരെയധികം മോശമായിട്ട് കിടക്കുന്ന രീതിയാണുള്ളത്. പഴകി കേടുവന്ന് തുരുമ്പിച്ച വണ്ടികളും അതുപോലെ തന്നെ കുറേ കസേരകളും മേശകളും ടൗണിൽ നിന്ന് ചെത്തുന്ന പുല്ലാണെന്ന് തോന്നുന്നു. അതൊക്കെ കൊണ്ട് കൂട്ടിയിടാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ടൗൺ ഹാളിൻ്റെ പരിസരം മാറിക്കൊണ്ടിരിക്കുകയാണ്. കളവ് പറയാൻ വേണ്ടി മാത്രം നാവ് ചലിപ്പിക്കുന്ന ഒരു ഭരണനേതൃത്വമായി, ഒരു നഗരപിതാവായി ഇന്ന് നമ്മുടെ നഗരസഭയുടെ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം, നേതൃത്വ നിരയിൽ നിന്നുണ്ടാകണം, നേതാക്കന്മാരിൽ നിന്നുമുണ്ടാകണം. ടൗൺ ഹാൾ നവീകരണത്തിനായി 1.5 കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ ആവിഷ്കരിച്ചത്. പദ്ധതി ആവിഷ്കരിച്ച് പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പുതിയ പാലം വരുമെന്ന പ്രഖ്യാപനമുണ്ടായതോടെ നിലവിലെ കെട്ടിടം പൊളിച്ചു നീക്കേണ്ട അവസ്ഥ വരുമോ എന്ന ആശങ്കയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കാരണം. ടൗൺ ഹാൾ അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കുന്നതിനു പകരം നിലവിലുള്ളത് പൊളിച്ച് ആധുനിക സൗകര്യങ്ങളോടെയുള്ള ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് നഗരസഭ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ ടൗൺ ഹാൾ നിർമ്മിക്കുകയും അടിഭാഗം പൂർണ്ണമായി പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയും ചെയ്യും വിധം രൂപരേഖ തയ്യാറാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, എറണാകുളം.